സർക്കാരിനെതിരായ വാർത്താ കാർഡുകൾ ഇന്നും നീക്കം ചെയ്ത മെറ്റ. റിപ്പോർട്ടറിന്റെ മാത്രം 8 കാർഡുകളാണ് നീക്കം ചെയ്തത്. നടപടിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേന്ദ്രം സ്വീകരിക്കുന്ന അതേ നിലപാട് സംസ്ഥാന സർക്കാരും സ്വീകരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് RSSുമായി നല്ല ബന്ധമെന്ന് തെളിയിക്കുന്നതാണ് നീക്കമെന്ന് ഡിവൈഎഫ്ഐ. കേരള സർക്കാരിനെതിരെ വിമർശനമുള്ള നിരവധി വാർത്താ കാർഡുകളാണ് മെറ്റ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. റിപ്പോർട്ടറിന്റെ മാത്രം 8 വാർത്താ കാർഡുകൾ നീക്കം ചെയ്തവയിൽ ഉൾപ്പെടും. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരി കേസിൽ അറസ്റ്റിലായതും വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ വിമർശനവുമാണ് മെറ്റ നീക്കം ചെയ്ത 2 പ്രധാനപ്പെട്ട വാർത്താ കാർഡുകളുടെ ഉള്ളടക്കം. ഇതിനു പുറമെ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന കാർഡും മെറ്റ നീക്കം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് മെറ്റ ഉപയോഗിച്ച് സ്വീകരിക്കുന്ന തരത്തിലുള്ള നിലപാട് ഇവിടെയും വരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉൾപ്പൊരുളിന് യോജിക്കുന്നതാണത്. അതിപ്പോഴും നിലനിൽക്കുന്നതാണ് കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്, കോഫി വിത്ത് തരുൺ എന്നീ പരിപാടികളുടെ സോഷ്യൽ മീഡിയ കാർഡുകളും മെറ്റ ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്തു. രാസലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളെക്കുറിച്ചുള്ള വാർത്ത നീക്കം ചെയ്യാൻ സർക്കാർ കാണിക്കുന്നതടക്കം സംശയമുളവാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശന് RSSുമായി നല്ല ബന്ധമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLAയും വിമർശിച്ചു. മുഖ്യമന്ത്രി VD സതീശന് RSSുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടാണ് മിനിറ്റുകൾക്കകം മെറ്റയിൽ സ്വാധീനം ചെലുത്തി ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.